ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ വെനം 3യുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ട്രെയിലർ കണ്ട നിറയെ പേർക്ക് പല ഡൗട്ട്സും വന്നിട്ടുണ്ടായിരിക്കും. അതായത് സ്പൈഡർമാൻ വരുമോ, നള്ളു വരുമോ, ആൻഡ് എന്താണ് നടക്കുന്നത്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ട്രെയിലറിൽ തന്നെ എല്ലാവരും കിളി പോയിപ്പിക്കുന്ന സീൻ ഇത് തന്നെയാണ്. അതായത് നമ്മുടെ നോ വേ ഹോമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടുവന്നതാണ്. അതായത് നമ്മുടെ എഡി ബ്രോക്ക് വന്ന് ആ ബാറിലിരിക്കുന്നതായിട്ടും വെനത്തിൻ്റെ ഒരു അംശം അവിടെ ഇട്ടിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. സോ നമ്മളെല്ലാം വിചാരിച്ച ഈ ഒരു വെനത്തിൻ്റെ ഒരു അംശമാണ് ഇനി നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാന് കിട്ടാൻ പോകുന്നത്. ആൻഡ് സീക്രട്ട് വാർസിൽ ബ്ലാക്ക് സൂട്ടൊക്കെ കിട്ടാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ബട്ട് അതെല്ലാം സോണി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ട്രെയിലർ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു കുട്ടി വെനത്തിനെ വന്ന് ആ ഒരു പേഴ്സൺ വന്ന് പിടിച്ചിട്ട് പോകുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ആ സീനെ സോണി മാറ്റി. സോ MCUവിലുണ്ടായിരുന്ന കുട്ടി വെനം ഇവിടെ വന്നിരിക്കുകയാണ്. സോ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. സോ മേ ബി സോണി ഇതൊരു മൾട്ടിവേഴ്സ് ആണ്, സോ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ ചാൻസസ് ഉണ്ട്. സോ എന്താണ് സോണി പ്ലാൻ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി ബ്ലാക്ക് സൂട്ട് നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ എങ്ങനെ കിട്ടുമെന്ന് ഒരു വലിയ ചോദ്യമാണ്. ചിലപ്പം ബ്ലാക്ക് സൂട്ട് കിട്ടാത്ത രീതിയിൽ സ്റ്റോറി വരാൻ ചാൻസസ് ഉണ്ട്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഫാൻസൊക്കെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു ഫൈറ്റാണ് ഈ സ്പൈഡർമാൻ വേഴ്സസ് വെനം എന്നൊരു ഫൈറ്റ്. അതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മെയിനായിട്ട് ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ വേഴ്സസ് വെനം, അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ അത് നടക്കില്ല എന്നൊരു ഐഡിയ ഇല്ല. ബട്ട് ചില റിപ്പോർട്ട്സ് പ്രകാരമൊക്കെ ഈ ഒരു മൂവിയിൽ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ വരും എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഇതേപോലെ നിറയെ റൂമേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. ചിലപ്പം ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇത് വന്നൊരു ലാസ്റ്റ് വെനം മൂവിയാണ്, കാരണം ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെയാണ്. ചിലപ്പം ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ വരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് എങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടെ. കാരണം വെനത്തിൻ്റെ യൂണിവേഴ്സിൽ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ ഇല്ലാത്ത രീതിയിലാണ് കാണിച്ചത്. പിന്നീട് എവിടെ നിന്ന് വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. വന്നാൽ സൂപ്പറായിരിക്കും. പിന്നെ നമ്മുടെ ട്രെയിലറിൽ കണ്ട ഈ ഒരു കുട്ടി പയ്യനാണ് പീറ്റർ പാക്കർ എന്ന് ചില തിയറീസൊക്കെ ഉണ്ട്. സോ അതൊക്കെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നടക്കില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. അതും ആൻഡ്രൂ ഗാർഫീൽഡ് പീറ്റർ പാക്കർ എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇതിൽ വന്ന് നമ്മുടെ എഡി വന്ന് പുള്ളിയുടെ യൂണിവേഴ്സിൽ ന്യൂയോർക്കിൽ പോകും. സോ അവിടെ സ്പൈഡർമാനെ തേടി പോകും. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പം നമ്മുടെ പീറ്റർ പാക്കർ കുട്ടിയാണ്. പീറ്റർ പാക്കറിന് ഒരു അച്ഛൻ്റെ സ്ഥാനത്തിൽ നമ്മുടെ എഡി ബ്രോക്ക് വരുമെന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ നടക്കില്ലെന്നാണ് ആഗ്രഹം. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ സ്പൈഡർമാൻ്റെ ആർച്ച് എനിമിയായിട്ടുള്ള വെനം വന്ന് സ്പൈഡർമാൻ അച്ഛൻ്റെ സ്ഥാനത്ത് വരെയാണ്. സോ എങ്ങനെ ഇരിക്കും എന്നാലേക്ക്. ആൻഡ് മറ്റ് ചില തിയറീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ടൈം ലൈൻ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഉള്ളത് ആൻഡ്രൂ ഗാർഫീൽഡ് ഒരു സ്പൈഡർമാൻ തന്നെയാണ്. അതായത് കുട്ടി പയ്യൻ ആൻഡ്രൂ ഗാർഫീൽഡ് എന്നാണ് പറയുന്നത്. ബട്ട് ടൈം ലൈൻ വ്യത്യാസമാണ്. സോ ഇത് ഒരു ഇയർലി ടൈം ലൈൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. സോ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഇങ്ങനെ നടക്കില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്പൈഡർമാൻ വേഴ്സസ് വെനം എനിക്ക് ഒരിക്കലും നടക്കാൻ ചാൻസേ ഇല്ല ഇത് കുട്ടി പീറ്റർ പാക്കർ ആണെങ്കിൽ. കാരണം ഇനി ഇവൻ വളർന്ന് എപ്പോഴാവാൻ. സോ അതൊന്നും നടക്കാനേ ചാൻസ് ഇല്ല. സോ ഇങ്ങനെ നടക്കല്ല് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് ഇനി നിറയെ പേർക്കുള്ള ഡൗട്ടാണ് ഈ പടത്തിൽ നള്ളു വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം ട്രെയിലറിൽ തന്നെ ഹോം ഹാസ് ഫൗണ്ടേഴ്സ് എന്നൊക്കെയുള്ള ഡയലോഗുണ്ട്. കാരണം ഈ ഒരു സിംബിയോട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്ത നള്ളാണ്, ഗോഡ് ഓഫ് സിംബിയോട്സ് ആണ്. സിംബിയോട്സ് എന്നൊരു പ്ലാനറ്റ് ഉണ്ട്. അപ്പോൾ നള്ളിൻ്റെ ടീസി മൂവിയിലുണ്ട്. പക്ഷെ നള്ളു വരാൻ ചാൻസ് ഒന്നുമില്ല. ചിലപ്പോൾ സോണി വന്ന് ഈ ഒരു വെനത്തിൻ്റെ യൂണിവേഴ്സിലെ ഒരു താനോസ് ലെവലിൽ നള്ളിനെ പുഷ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അപ്പം ഫ്യൂച്ചർ മൂവീസിൽ നള്ളു വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ മൂവിയിലൊന്നും നള്ളു വരില്ല, അത് ഉറപ്പാണ്. ബട്ട് നള്ളു വരുന്ന സീന്, സോ നള്ളു വരുന്ന ആ മൂവി വേറെ ലെവലിൽ ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ആരാന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ചാനൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നള്ളിനെ പറ്റി, ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. സോ ഒരു ഒറിജിനൽ വീഡിയോ. സോ ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടൈമുള്ളവർ കണ്ടു നോക്കുക. വേറെ ലെവലായിട്ടുള്ള ക്യാരക്ടറാണ് നള്ള്. സോ നള്ള് എന്തായാലും ഒരു ദിവസം വരും. ബട്ട് അത് എന്ന് വരുമെന്ന് അറിഞ്ഞുകൂടാ. ആക്ച്വലി ഒരു കിങ് ഇൻ ബ്ലാക്ക് സ്റ്റോറിയിലാണ് നള്ളു വരുന്നത്. സോ അതിൽ വന്ന് ഈ നള്ളു വന്ന് എഡി ബ്രോക്കിൻ്റെ പയ്യനെ തേടി വരുന്ന രീതിയിലൊരു സ്റ്റോറിയാണ് ഉള്ളത്. സോ അപ്പം അതേപോലെ ഒരു സ്റ്റോറി ഇവിടെയും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ കുട്ടി പയ്യനെ ഫോക്കസ് ചെയ്തൊരു സ്റ്റോറി പോകാൻ ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ ആ കുട്ടിപ്പയ്യൻ പീറ്റർ പാക്കർ ആണോ അല്ലേ എന്ന് അറിഞ്ഞൂടാ. സോ അഥവാ ഇനിയിപ്പോൾ ട്വിസ്റ്റ് അടിച്ച കുട്ടിപ്പയ്യൻ എഡിയുടെ മോനാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പം ആ കിങ് ഇൻ ബ്ലാക്ക് സ്റ്റോറി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെനം 3 പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്പൈഡർമാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ കുട്ടിപ്പയ്യൻ നിങ്ങൾക്ക് ആരാണെന്ന് തോന്നുന്ന കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് തന്നെ കാണിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് ഗൈസ്.